നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സ്വർണത്തിനരികെ സിന്ധു. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഇന്ന് സ്വപ്നദിനം. വനിതാ ബാഡ്മിന്റണിൽ PV സിന്ധുവിന്റെ സുവർണ മത്സരം രാത്രി 7-ന് സ്പാനിഷ് താരം കരോലിന മാരിനുമായി. സാക്ഷിയുടെ വെങ്കലത്തിന് മീതെ സിന്ധുവിന്റെ കനക പ്രതീക്ഷയിൽ രാജ്യം. അതേസമയം ഗുസ്തിയിൽ നർസിംഗ് യാദവിന്റെ ഒളിമ്പിക് സ്വപ്നങ്ങൾക്ക് തിരശ്ശീല വീഴ്ത്തി 4 വർഷത്തെ വിലക്ക്. ഉത്തേജക മരുന്ന് വിവാദത്തിൽ രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതിയുടെ വിധി. റിയോയിൽ നർസിംഗ് യാദവ് ഇന്ന് വൈകിട്ട് മത്സരത്തിന് ഇറങ്ങാനിരിക്കെ നിരപരാധി എന്ന വാദം അംഗീകരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ നർസിംഗിന് നാട നൽകിയ അനുമതി രാജ്യാന്തര കോടതി റദ്ദാക്കി. താരത്തിന് 4 വർഷത്തെ വിലക്ക് നൽകി. ഇപ്പോൾ പുറത്തുവന്ന കോടതി വിധി നാട തീരുമാനത്തിനെതിരെ ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി നൽകിയ ഹർജി. തീരുമാനത്തിന് തടയിടാൻ ഓൺലൈൻ വഴി മദ്യം ലഭ്യമാക്കാനുള്ള കൺസ്യൂമർ ഫെഡ് തീരുമാനത്തെ എതിർത്ത് പ്രതിപക്ഷ നേതാവ്. നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും നീക്കത്തെ ശക്തമായി എതിർക്കുമെന്നും രമേശ് ചെന്നിത്തല. കേരളത്തെ മദ്യാലയമാക്കാനുള്ള CPM ശ്രമങ്ങളും സർക്കാർ നടപടികളും അപലപനീയം. തീരുമാനം പിൻവലിക്കാൻ കൺസ്യൂമർ ഫെഡ് തയ്യാറാകണം. സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കുറയ്ക്കുകയാവണം സർക്കാർ നയം. ഓണക്കാലത്ത് മദ്യമൊഴുക്കാനുള്ള ഇടതു നീക്കത്തെ UDF ശക്തമായി എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാരിന്റെ ഓൺലൈൻ മദ്യവിൽപ്പനയോട് യോജിപ്പില്ലെന്ന് PC ജോർജ്. 3 സ്റ്റാർ മുതൽ മദ്യം ലഭ്യമാക്കാനുള്ള തന്റെ ഇടം LDF കാട്ടണമെന്നും ജോർജ്. തിരക്കൊഴിവാക്കാൻ ഓൺലൈൻ വഴി മദ്യവിതരണം നടത്തുമെന്ന് കൺസ്യൂമർ ഫെഡ് അറിയിച്ചത് ഇന്നലെ. വൈകി വന്ന സമ്മാനം. ഗതാഗത മന്ത്രിയുമായുള്ള ശീതസമരത്തിൽ തച്ചങ്കരിക്ക് കസേര നഷ്ടം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ടോമിൻ J. തച്ചങ്കരിയെ നീക്കി പിണറായി മന്ത്രിസഭ. ADGP അനന്തകൃഷ്ണൻ പുതിയ ഗതാഗത കമ്മീഷണർ. നടപടിക്ക് പിന്നിൽ തച്ചങ്കരിയുടെ തന്നിഷ്ടപ്രകാരമുള്ള ഉത്തരവുകളിലെ മന്ത്രി AK ശശീന്ദ്രന്റെ അതൃപ്തി. വിവാദ ഉത്തരവുകൾ പരിശോധിച്ച ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടും നിർണായകമായി. അതേസമയം KBPS MD-ആയി തച്ചങ്കരി തുടരും. പെട്രോൾ അടിക്കാൻ ഹെൽമറ്റ് നിർബന്ധമാക്കിയതും സർക്കുലർ ഇറക്കിയുള്ള ജന്മദിനാഘോഷവും സർക്കാരിന് അവമതിപ്പുണ്ടാക്കിയിരുന്നു. മന്ത്രിസഭാ തീരുമാനത്തെ സ്വാഗതം ചെയ്ത NCP. സ്ഥാനചലനം സ്വാഭാവിക നടപടിയെന്ന് AK ശശീന്ദ്രൻ. ഭീകരതയുടെ തുടർക്കഥ. കിഴക്കൻ തുർക്കിയിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ മരണം 6 പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ 250ഓളം പേർക്ക് പരിക്ക്. സ്ഫോടനത്തിന് പിന്നിൽ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി എന്ന സൂചന. പലരുടെയും പരിക്ക് ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയരുമെന്ന് അധികൃതർ. കിഴക്കൻ തുർക്കിയിൽ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ട് PKK കഴിഞ്ഞ 32 വർഷമായി പോരാട്ടത്തിലാണ്. സംഘടനയുമായി സർക്കാർ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടി പൊളിഞ്ഞ പശ്ചാത്തലത്തിൽ പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് PKKയുടെ മുന്നറിയിപ്പ്. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2930 രൂപ, പവൻ 23,440 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.